ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സുശീൽ ശുക്ല എഴുതിയ പേട് മരം എന്ന കവിതയുടെ വിശദീകരണമാണിത്. ഈ കവിതയിൽ കവി മരത്തെ ഒരു സാധാരണ വൃക്ഷമായി കാണുന്നില്ല. പകരം അതിനെ ഒരു ദർജി തയ്യൽക്കാരൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. തയ്യൽക്കാരൻ തുണികൾ തുന്നിച്ചേർക്കുന്നതുപോലെ മരം പ്രകൃതിയിലെ പല ഘടകങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്തുന്നു എന്നാണ് കവി പറയുന്നത്. മരം കിളികൾക്കായി എത്രയോ കൂടുകൾ തുന്നുന്നു. ചിതറിക്കിടക്കുന്ന സൂര്യരശ്മികളെ അരിച്ചെടുത്ത് ചെറിയ ചെറിയ നിഴലുകളായി തുന്നിച്ചേർക്കുന്നു. അതുകൊണ്ടാണ് കവി ചോദിക്കുന്നത്, ധൂപ് സിലി തോ ബിഖർ ഗയി കതരൻ കതരൻ ഛായായേം. സൂര്യപ്രകാശം തുന്നിച്ചേർത്തപ്പോൾ അത് ചിതറിപ്പോയ തുണ്ടുകളായി നിഴലുകളായി മാറി. ഇതിൽ നിന്നും എന്ത് ദൃശ്യമാണ് മനസ്സിലാകുന്നത്? ഇവിടെ ഇലകൾക്കിടയിലൂടെ അരിച്ചു താഴെ വീഴുന്ന സൂര്യരശ്മികളാണ് ചിതറിപ്പോയ തുണ്ടുകൾ അഥവാ നിഴലുകൾ. നൽകിയിട്ടുള്ള കവിതയുടെ ഭാഗങ്ങളുടെ മലയാള പരിഭാഷ നോക്കാം. പേട്. തും പേട് നഹി തും ദർജി. മരം, നീ വെറും മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. തുംനെ കിത്നി സിലെ ഘോംസലെ കിത്നീം സിലി ഹവായേം. ധൂപ് സിലി തോ ബിഖർ ഗയി കതരൻ കതരൻ ഛായായേം. നീ എത്രയോ കൂടുകൾ തുന്നിച്ചേർത്തു, എത്രയോ കാറ്റുകൾ തുന്നി. സൂര്യപ്രകാശത്തെ തുന്നിച്ചേർത്തപ്പോൾ അത് ചിതറിപ്പോയ തുണ്ടുകളായി നിഴലുകളായി മാറി. മിട്ടി സിൽക്കർ രംഗ് ബനായേ പാനി സിൽ ആകാശ്. മിട്ടി രംഗ് ഹവാ പാനിക്കോ ജോഡാ ദിയാ തരാശ്. മണ്ണ് തുന്നിച്ചേർത്ത് നീ നിറങ്ങളുണ്ടാക്കി, വെള്ളം തുന്നിച്ചേർത്ത് ആകാശമുണ്ടാക്കി. മണ്ണ്, നിറം, കാറ്റ്, വെള്ളം എന്നിവയെല്ലാം നീ രൂപകൽപ്പന ചെയ്ത് കൂട്ടിച്ചേർത്തു. തുംനെ കിത്നി സിലെ കിനാരെ കിത്നി സിലീം ജമീനേം. രംഗ് മഹക്കി ഹുയി സിലായി ഫൂൽ സിലെ പശ്മീനേം. നീ എത്രയോ അരികുകൾ തുന്നിച്ചേർത്തു, എത്രയോ ഭൂമികൾ തുന്നിച്ചേർത്തു. വർണ്ണവും സുഗന്ധവും നീ തുന്നിച്ചേർത്തു. പൂക്കൾ തുന്നിച്ചേർത്ത് പട്ടുപോലെയുള്ള മൃദുത്വമുള്ളതാക്കി. ആം മേ ആം കെ സ്വാദ് സിലേഹേം ജാമുൻ മേം ജാമുൻ കെ. ബാഘ് മേം ബാഘ് കെ സ്വാദ് സിലേഹേം വൻ കെ പേട് മേം വൻ കെ. മാമ്പഴത്തിൽ മാങ്ങയുടെ രുചി തുന്നിച്ചേർത്തു, ഞാവൽപ്പഴത്തിൽ ഞാവലിന്റേതും. തോട്ടത്തിലെ കായ്കളിൽ തോട്ടത്തിന്റെ രുചി തുന്നിച്ചേർത്തു, വനത്തിലെ മരങ്ങളിൽ വനത്തിന്റേതും. ഈ മനോഹരമായ കവിത എഴുതിയത് സുശീൽ ശുക്ലയാണ്. അദ്ദേഹം ഒരു പ്രമുഖ ഹിന്ദി കവിയും എഴുത്തുകാരനുമാണ്. കുട്ടികൾക്കായി ലളിതവും മനോഹരമായ കവിതകൾ എഴുതുന്നതിൽ അദ്ദേഹം പ്രശസ്തനാണ്. പ്രകൃതിയെയും അതിലെ സാധാരണ വസ്തുക്കളെയും ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ മരം ഈക്വൽ ടു തയ്യൽക്കാരൻ എന്ന കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശൈലി ശ്രദ്ധേയമാണ്. കവിത നൽകുന്ന പ്രധാന സന്ദേശം, പ്രകൃതിയിലെ ഓരോന്നിനും അതിൻ്റേതായ ധർമ്മമുണ്ട്. മരം എന്നത് വെറും ഒരു സസ്യമായിരിക്കാതെ ഈ പ്രപഞ്ചത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു സൃഷ്ടാവും കൂടിയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.